നോക്കാം. മലപ്പുറം നിലമ്പൂരിൽ ഉത്സവത്തിനെത്തിച്ച ആനയായിരുന്നു ഇടഞ്ഞത്. മാരിയമ്മൻ ദേവി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊണ്ടുവന്ന ആനയായിരുന്നു ഇടഞ്ഞത്. അതിൻ്റെ വിഷ്വൽസ്, അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് സമീർ ബിൻ കരീമിലേക്ക് പോകാം. കൂട്ടറൊക്കെ പപ്പടം പോലെ ആക്കുന്നുണ്ട്. നല്ല ദേഷ്യത്തിലാണ്. വഴിയിലേക്ക് ഇറങ്ങി അവിടെ ഉണ്ടായിരുന്ന വാഹനങ്ങളൊക്കെ തകർക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. സമീർ, ഇപ്പം നിലവിലെ അവസ്ഥ എന്താണ്? ആനയെ തളയ്ക്കാനായോ എന്ന് ആദ്യം അറിയട്ടെ, ബാക്കി വിവരങ്ങൾ പിന്നാലെ ചോദിക്കാം. നിലവിൽ ആന ശാന്തനായി നിൽക്കുകയാണ്. അക്രമമെല്ലാം തന്നെ അവസാനിപ്പിച്ച് ആന നിലവിൽ ശാന്തനായി നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലത്തെ ഒരു സ്വകാര്യ സ്ഥലത്ത് ആന നിൽക്കുകയാണ്. നിലവിൽ അക്രമം അഴിച്ചുവിടുന്നില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. എന്നാൽ ആനയെ പൂർണ്ണമായും തളക്കാനായിട്ടുമില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. ഇതുവരെ ആന ഈ സമീപത്തെ റോഡുകളിലൂടെ മറ്റും പോയി ആന അക്രമം അഴിച്ചുവിടുകയായിരുന്നു. നേരത്തെ ഈ 2 ബൈക്കുകളൊക്കെ തന്നെ തകർത്ത ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. പിന്നാലെ ഈ നാട്ടുകാരും എല്ലാവരും ചേർന്നുകൊണ്ട് ആനയെ ആദ്യം ഉണ്ടായിരുന്ന ഒരു കോമ്പൗണ്ടിലേക്ക് ആനയെ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ നിലവിൽ ആനയ്ക്ക് ഭക്ഷണം, പഴവും ഉൾപ്പെടെ ഈ പട്ട ഉൾപ്പെടെയുള്ള ഭക്ഷണം ആനയ്ക്ക് നൽകിക്കൊണ്ട് അവിടെ നിലവിൽ ശബ്ദമോ മറ്റൊന്നും ഉണ്ടാക്കാതെ ആനയെ ശാന്തനായി ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. എന്നാൽ പൂർണ്ണമായും തളച്ചു എന്ന് നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല. ഏതായാലും 4 മണിയോട് കൂടെയാണ് ഈ ആന ഇടയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മാരിയമ്മൽ ദേവി ക്ഷേത്രത്തിൽ ഉത്സവത്തിനായി കൊണ്ടുവന്ന ആനയായിരുന്നു ഇടഞ്ഞത്. ഈ ബ്രഹ്മണിയം വീട്ടിൽ ഗോവിന്ദൻകുട്ടി എന്ന് പറയുന്ന ആന എഴുന്നള്ളിപ്പിനായി ഈ ആനയെ അടിച്ച് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്ന സമയത്താണ് ആന ഇടയുന്ന ഘട്ടമുണ്ടായത്. പിന്നാലെ ആന ആ പരിസരത്തുള്ള സ്ഥലങ്ങളിലെയും ഒപ്പം തന്നെ റോഡുകളിലെയും ആന ഓടി നടക്കുകയായിരുന്നു. പാപ്പാൻ ഉൾപ്പെടെയുള്ളവരെ ആന തുരത്തി ഓടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിന് പിന്നാലെ പോലീസും എല്ലാവരും തന്നെ ഇടപെട്ട് ഈ ആനയെ ഒരുപാട് തവണ ഈ തളക്കാൻ ശ്രമിച്ചെങ്കിലും പക്ഷെ വിജയം കണ്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ RRT ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ നിലവിൽ സംഭവ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആനയെ പൂർണ്ണമായും തളച്ചാൽ മാത്രമേ ഒരു ആശ്വാസം എന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. കാരണം ഈ മേഖല എന്നുള്ള ജനവാസ മേഖലയാണ്, കൂടുതൽ ആളുകൾ വരുന്ന ഇടമാണ്. ഒപ്പം തന്നെ സ്കൂളും മറ്റും എല്ലാം തന്നെ കഴിഞ്ഞ കുട്ടികൾ ഉൾപ്പെടെയുള്ള വീട്ടിലേക്ക് പോകുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ നിലവിൽ ഇവിടെ നിന്ന് മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് ആന നിലവിൽ ശാന്തനായി നിൽക്കുന്നു. അക്രമവും മറ്റൊന്നും അഴിച്ചുവിടുന്നില്ല എന്നുള്ളതാണ് ആശ്വാസകരം. എത്രയും വേഗം ആനയെ തളയ്ക്കാനാവട്ടെ. ഈ പറയുന്നത് പോലെ ആ കലിപ്പ് മോഡിൽ നിന്നൊന്ന് മാറിയിട്ടുണ്ട്. പക്ഷെ ആ കലിപ്പ് മോഡിലായിരുന്നപ്പം അതുകൊണ്ട് അരിശം തീരാൻ അവൻ ആ സ്കൂട്ടർ എടുത്ത് മതിലിൽ ഇടിച്ചു എന്ന് പറയേണ്ടി വരുന്ന ഒരവസ്ഥയാണ്. സ്കൂട്ടർ എന്താ പറയുന്നത്, ഈസി ആയിട്ടാ കൊണ്ടുപോയി അത് വലിച്ചെറിഞ്ഞ് അതെ കൊണ്ട് ആ മതിലിലേക്ക് കൊണ്ടെറിഞ്ഞിട്ട് തിരിച്ചു പോന്നു. ഇപ്പം ശാന്തനാണ്. എന്തായാലും RRT സംഘം എത്തിയിട്ടുണ്ട്. എത്രയും വേഗം ഗോവിന്ദൻകുട്ടിയെ ശാന്തനായി തളയ്ക്കാൻ ഇടയാകട്ടെ.